സ്പാനിഷ് ലാ ലീഗയിൽ വമ്പന്മാരായ റയൽ മാഡ്രിഡിന് വീണ്ടും കനത്ത തിരിച്ചടി. കഴിഞ്ഞ ആഴ്ച ഒസാസുനയോട് പരാജയപ്പെട്ട ആഘാതം മാറും മുൻപേ ഗെറ്റാഫയോടും റയൽ മാഡ്രിഡ് തോൽവി വഴങ്ങിയിരിക്കുകയാണ്. റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ഗെറ്റാഫെ റയൽ മാഡ്രിഡിനെ തറപറ്റിച്ചത്. ഇതോടെ കിരീട പോരാട്ടത്തിൽ ബാഴ്സലോണയ്ക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയുടെ അഭാവത്തിൽ ഇറങ്ങിയ റയലിനെതിരെ മത്സരത്തിന്റെ 39-ാം മിനിറ്റിൽ മാർട്ടിൻ സട്രിയാനോയാണ് ഗെറ്റാഫയുടെ വിജയ ഗോൾ നേടിയത്. ബോക്സിന് പുറത്തുനിന്ന് സട്രിയാനോ ഉതിർത്ത തകർപ്പൻ വോളി റയൽ ഗോൾ കീപ്പർ തിബോ കോത്വയെ കാഴ്ചക്കാരനാക്കി വലയിൽ പതിച്ചു. രണ്ടാം പകുതിയിൽ തിരിച്ചടിക്കാൻ റയൽ മാഡ്രിഡ് കിണഞ്ഞ് ശ്രമിച്ചു. വിനീഷ്യസ് ജൂനിയർ, ആർദ ഗുളർ, ഫ്രാങ്കോ മസൻഡുവാനോ എന്നിവർക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ഗെറ്റാഫെ ഗോൾ കീപ്പർ ഡേവിഡ് സോറിയയുടെ മിന്നും പ്രകടനം റയലിന് തടസ്സമായി. മത്സരത്തിന്റെ അവസാന നിമിഷം മസൻഡുവാനോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതും റയലിന് തിരിച്ചടിയായി. ഈ തോൽവിയോടെ 26 മത്സരങ്ങളിൽ നിന്ന് 60 പോയിന്റുമായി റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്താണ്. എന്നാൽ 64 പോയിന്റുള്ള ബാഴ്സലോണ നിലവിൽ 4 പോയിന്റ് ലീഡുമായി 1-ാം സ്ഥാനത്ത് കുതിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.